ഹായ്, ഇന്ന് നമ്മൾ ചവനപ്രാശം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട നെല്ലിക്ക ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 2 കിലോ നെല്ലിക്ക. പിന്നെ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, ജാതിക്ക അങ്ങനെയുള്ള എല്ലാം മാറ്റി വെച്ചു. പെരിഞ്ജീരകം, നല്ല ജീരകം, ശർക്കര 1 കിലോ, ഹണി 1 കപ്പ്, നെയ്യ് 1 കപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് അടുപ്പിൽ തന്നെയാണ് ചവനപ്രാശം ഉണ്ടാക്കുന്നത്. ഉരുളി വെച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നെയ്യ് ചൂടായതിന് ശേഷം നന്നായി ഇളക്കാൻ പറ്റുന്ന പാത്രങ്ങളിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ, ചുവട് കട്ടിയുള്ള പാത്രം. നെയ്യ് ചൂടായി വരുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നെല്ലിക്ക കുരു കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവ ചട്ടുകം കൊണ്ടോ കയ്യിൽ കൊണ്ടോ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറേ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു കിട്ടും. ഇത് ഏകദേശം ഇതുപോലെ. ഇനി അതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന സ്പൈസസ് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നെല്ലിക്ക ചേർന്നിട്ടുള്ള ഈ ചവനപ്രാശം വളരെ ഉത്തമമാണ്. അപ്പോൾ ശർക്കര 1 കിലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തീ അല്പം കുറച്ചിട്ടാണ്, ചെറു തീയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആദ്യം കുറച്ച് തീ കൂട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ പിന്നീട് ചെറു തീയിൽ വേണം ചേർത്തെടുക്കാൻ. ഇപ്പോൾ ഹണി 1 കപ്പ് മാറ്റി വെച്ചിരുന്നു, അതും ചേർത്ത് കൊടുത്തു. ഇനി അതും മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ കുറേ സമയം അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചവനപ്രാശം ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കളറൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നെല്ലിക്ക അരച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ തീയെ എല്ലാം അണച്ചു വെച്ചു. കാരണം ഇപ്പോൾ നമ്മുടെ ചവനപ്രാശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാണ്ടല്ലോ, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിലാകുമ്പോൾ നമുക്ക് വളരെ ലാവിഷായിട്ട് തന്നെ ഇളക്കി ചേർക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വലിയ പാത്രം തന്നെ എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഓരോ സ്പൂൺ എന്നും കഴിക്കാനായിട്ട് കൊടുക്കാം. വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് ഒന്നും പേടിക്കാനുമില്ല. അപ്പോൾ വളരെ നല്ലൊരു ഔഷധം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളുടെ ചവനപ്രാശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി എടുക്കാം. കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചവനപ്രാശം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെല്ലിക്കൊക്കെ ഇപ്പോൾ വളരെ സീസണായിട്ട് കിട്ടുന്ന, സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വിഭവമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.